Hey guys and welcome back to Best Car Picks. എനിക്കറിയാം ഏകദേശം ഇപ്പോൾ നമ്മുടെ ഫെബ്രുവരി തീരാനായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ജാനുവരി സെയിൽസ് ലിസ്റ്റിൽ ഒരു സംഭവം കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസ്. ഇത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഇപ്പോൾ കുറച്ചധികം പുതിയ കമ്പനികൾ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ മന്ത് ഓൺ മന്തിൽ തന്നെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ വോൾവോ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 36 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. കഴിഞ്ഞ മാസം ഇൻ ദ സെൻസ് നമ്മുടെ ജാനുവരി 2026. ഇനി ഇൻ കേസ് നിങ്ങളിത് മാർച്ചിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ജാനുവരി സെയിൽസ് ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ 36 വാഹനങ്ങൾ സെയിൽ ജാനുവരിയിൽ കിട്ടി. ഇനി മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസംബർ 2025 37 വാഹനങ്ങൾ സെയിലായിരുന്നു ഇവർക്ക് കിട്ടിയിരുന്നത്, ടോട്ടൽ വാഹനങ്ങളുടെ. അതായത് ഒരു വണ്ടിയുടെ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. വോൾവോയ്ക്ക് നമുക്കിപ്പോൾ മെയിൻലി EX40 വരുന്നുണ്ട്. പിന്നെ നേരത്തെ C40 റീചാർജും XC40 റീചാർജും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും 2.7% ആണ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ്. ഇനി നമ്മുടെ അടുത്ത 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടെസ്ലയാണ്. കുറേ കാലമായിട്ട് ഏകദേശം 2-3 വർഷമായിട്ട് ഇന്ത്യയിലേക്ക് ടെസ്ല വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ വന്നപ്പോൾ അത്ര നല്ലൊരു ഇമ്പാക്റ്റ് അല്ല അവർക്ക് കിട്ടിയത്. ആകപ്പാട് ഇപ്പോൾ ഒരു ഷോറൂം മാത്രമേ ഉള്ളൂ. ആൻഡ് കഴിഞ്ഞ മാസം ജസ്റ്റ് 37 വാഹനങ്ങൾ സെയിലാണ് അവർക്ക് കിട്ടിയത്. ഡിസംബറിലും 68 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. ഏതായാലും 31 വാഹനങ്ങളുടെ വ്യത്യാസം 45.59% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഇയർ ഓൺ ഇയർ മന്ത് ഓൺ മന്തിൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനിയും കൂടിയാണ് ടെസ്ല. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത കമ്പനി സിട്രോൻ ആണ്. ഇവർക്ക് ഇലക്ട്രിക് വണ്ടികളായിട്ട് പറയാൻ ആകപ്പാട് നമ്മുടെ EC3 മാത്രമേ ഉള്ളൂ. അതും കൂടുതൽ ഇപ്പോൾ കുറച്ചൊക്കെ ഫ്ലീറ്റ് ഓപ്പറേഷൻസിന് പോകുന്ന നമുക്ക് കാണാം. അതല്ലാതെ പ്രൈവറ്റ് ബയേഴ്സ് വാങ്ങുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അവർ നോർമൽ C3X ഇറക്കി അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ കൊടുത്തു. EC3യിൽ ഇപ്പോഴും അത്രയും ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. ഓട്ടോ AC ആയിക്കോട്ടെ, പുഷ് ബട്ടൺ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ വണ്ടിയിൽ ഇപ്പോഴും വന്നിട്ടില്ല. എനിവേ കഴിഞ്ഞ മാസം സിട്രോന് ടോട്ടൽ 41 വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയിരിക്കുന്നത്. ഡിസംബറിൽ 45 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ 4 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ആൻഡ് 8.89% ആണ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ്. നമ്മുടെ അടുത്ത 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മെർസിഡീസ് ബെൻസ് ആണ്. ഇവർക്ക് ആക്ച്വലി സിട്രോൺ, ടെസ്ല, വോൾവോ ഇതിനേക്കാളൊക്കെ കൂടുതൽ മെർസിഡീസിന് എന്തായാലും വണ്ടികൾ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല കഴിഞ്ഞ മാസം 70 വണ്ടികളുടെ സെയിലാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. കൺസിഡറിങ് ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പേഴ്സ്, അതായത് ചെറിയ സെഗ്മെൻറ്റിലൊന്നും അവർക്ക് ഇലക്ട്രിക് വണ്ടികളില്ല എന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണ്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം അതായത് ഡിസംബറിൽ 68 വാഹനങ്ങൾ സെയിൽസാണ് വന്ന്. 2 വണ്ടികളുടെ വ്യത്യാസവും 2.94% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. മിനിമൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉള്ളൂ. അതായത് ഈ ലിസ്റ്റിലെ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി മെർസിഡീസ് ആണ്. പക്ഷേ ഇവരുടെ മെയിൻ ഡ്രൈവർ നിങ്ങൾക്ക് മുകളിൽ കാണാം. പക്ഷേ എനിവേ തൊട്ട് മുകളിലല്ല, കാരണം 9th പൊസിഷനിൽ നിൽക്കുന്ന മാരുതി സുസുക്കിയാണ്. കഴിഞ്ഞ മാസം 215 വാഹനങ്ങളുടെ ടോട്ടൽ ഇലക്ട്രിക് വാഹനങ്ങൾ സെയിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പം നിലവിൽ അവർ വിറ്റാരയാണ് ഈ ആകപ്പാട് ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അതിന് 215 വാഹനങ്ങളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പം അത് മോശമല്ല. ഇനിയിപ്പോൾ അധികം വൈകാതെ കൂടുമായിരിക്കും, കാരണം വണ്ടിയുടെ സെയിൽ കഴിഞ്ഞ മാസം തുടങ്ങിയിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് ഇനിയിപ്പോൾ എന്തായാലും ഈ മാസം അതായത് ഫെബ്രുവരി സെയിൽസിന് കണക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം. ഡിസംബറിൽ അധികമൊന്നുമില്ല, 9 വണ്ടികളേ ഉള്ളൂ. അത് അവർ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വല്ലതും എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തായിരിക്കും ചെറിയ നമ്പേഴ്സിൽ. 206 വാഹനങ്ങളുടെ വ്യത്യാസം 2288.89% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം അത്രയും ലോ വോളിയം സെയിൽസ് വന്ന വണ്ടിയുടെ റിയൽ പ്രൊഡക്ഷൻ തുടങ്ങാത്തതുകൊണ്ടാണ്. ഏതായാലും ഇവരൊക്കെ വണ്ടികളിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. പക്ഷേ വണ്ടികൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്തോടെ വിൽക്കുന്ന നമ്മുടെ BYDക്ക് കഴിഞ്ഞ മാസം 231 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. മാരുതിയേക്കാൾ കൂടുതലാണ്, ഒരു സുസുക്കിയേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞതിന് മുന്നത്തെ മാസം അതായത് ഡിസംബർ മാസത്തിൽ ഇവർക്ക് 237 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. 6 വാഹനങ്ങളുടെ വ്യത്യാസവും 2.53% ഡീഗ്രോത്ത് റേറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയിരിക്കുന്ന BYDക്കാണെന്ന് പറയും. വൈദവേ മൂന്നാമതായി ഏറ്റവും കുറവ് കിട്ടിയത് വോൾവോയ്ക്കായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല. ഡീഗ്രോത്ത് വന്നിരിക്കുന്ന ടോട്ടൽ 6 കമ്പനികൾക്കാണ് നമ്മുടെ ഈ 13 കമ്പനികളുടെ ലിസ്റ്റിൽ. ആൻഡ് BYD ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇവരുടെ സെയിൽ അത്യാവശ്യം നല്ലതാണ്. എല്ലാ വണ്ടികളും ഇമ്പോർട്ടൻ്റ് ആണല്ലോ, പൊതുവെ അങ്ങനെ ഇത്രയും വിൽക്കാൻ പറ്റാറില്ല. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന കിയ ആണ്. കിയയ്ക്ക് ഇവിടെ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളില്ല. ക്ലാവിസ് EV ഉണ്ട്, അതുപോലെ നമ്മുടെ EV6 ഉണ്ട്, അങ്ങനത്തെ പിന്നെ EV9 ഉണ്ട്. EV9 പിന്നെ എന്തായാലും സെയിലില്ല, 1.5 കോടിയുടെ വണ്ടിയാണത്. പക്ഷേ എന്തായാലും അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ടുള്ള സെയിൽസ് ഉണ്ടെന്ന് പറയാം. 309 വാഹനങ്ങളുടെ സെയിലാണ് ടോട്ടൽ കഴിഞ്ഞ ദിവസം കിട്ടിയിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ 313 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അതായത് 4 വാഹനങ്ങളുടെ വ്യത്യാസം 1.28% ഡീഗ്രോത്ത് റേറ്റുമാണ് അവർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി നമ്മുടെ കിയ ആണ്. ആൻഡ് പെർസെൻറ്റേജ് കണക്കെടുക്കുകയാണെങ്കിലും വളരെ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽസ് ആണ് എന്ന് തന്നെ പറയാം. ഇനി ഇലക്ട്രിക് വണ്ടികൾ വരാനുണ്ട്.
ഏതായാലും നമ്മുടെ 6th പൊസിഷനിൽ നിൽക്കുന്ന കിയ, BYD ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുള്ള BMW ആണ്. കാരണം BMW ഇലക്ട്രിക് വാഹനങ്ങൾ സ്പേസിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല അഗ്രസീവായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് iX1 വരുന്നുണ്ട്, അതുപോലെ i4 വരുന്നുണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഇൻ ദ സെൻസ് ഒരു 50 to 70 lakhs ഇടയിൽ നിൽക്കുന്ന വണ്ടികളാണ്. സോ ആൾക്കാർക്ക് വേണമെങ്കിൽ അത്യാവശ്യം വാങ്ങാൻ പറ്റുന്ന വാഹനങ്ങളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ 321 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽസ് കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ട്. ഡിസംബറിൽ 345 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയിരുന്നത്. 24 വാഹനങ്ങളുടെ വ്യത്യാസം 6.96% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. പക്ഷേ ആ ഡീഗ്രോത്ത് റേറ്റിൽ വലിയ കാര്യമില്ല, നമുക്ക് അത്യാവശ്യം നല്ല സെയിൽ ഇവർക്ക് കിട്ടുന്നുണ്ടല്ലോ കമ്പാരിറ്റീവ്ലി. ഇനി അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. പറഞ്ഞു വരുമ്പോൾ ഹ്യുണ്ടായും BMW തമ്മിൽ ആകപ്പാടെ 12 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ. 333 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം നമ്മുടെ ഹ്യുണ്ടായിക്ക് ലഭിച്ചത്. അതും അവർക്ക് അവരുടെ ഏറ്റവും ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനമായ ക്രെറ്റ, അതിൻ്റെ ഇലക്ട്രിക് മോഡലും അവൈലബിൾ ആണ്. സ്റ്റിൽ ഓവറോൾ സെയിൽസ് എടുക്കുമ്പം ഇത്രേ വരുന്നുള്ളൂ. അത് ക്രെറ്റയുടെ മാത്രമല്ല, ഐനിക് 5 വരുന്നുണ്ട്. പിന്നെ പണ്ട് കോന EV ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല എന്നാണ് തോന്നുന്നത്, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു. എനിവേ നമുക്ക് ഡിസംബർ നോക്കാനാണെങ്കിൽ 263 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 70 വാഹനങ്ങളുടെ വ്യത്യാസം 26.62% ഗ്രോത്ത് റേറ്റൊക്കെ വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ആ വലിയ ഗ്രോത്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജുള്ള കമ്പനി ഹ്യുണ്ടായി ആണ്. പക്ഷേ ഇതൊന്നുമല്ല, എന്നെ ഞെട്ടിച്ചത് ആക്ച്വലി വിൻഫാസ്റ്റ് ആണ്. 4th പൊസിഷനിൽ ഇത്രയും ജസ്റ്റ് കഴിഞ്ഞ വർഷം വന്നിട്ടേ ഉള്ളൂ ഈ കമ്പനി. എന്നിട്ട് പോലും ഇവർക്ക് നമ്മുടെ ഈ ടോപ്പ് 13 വണ്ടികളുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽസിൽ 4th പൊസിഷനിൽ നിൽക്കാൻ പറ്റാതെ ഹ്യുണ്ടായി, BMW, കിയ ഇങ്ങനത്തെ ഈവൻ BYD ഇങ്ങനത്തെ കമ്പനികൾക്ക് ഓവർടേക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. 435 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് ടോട്ടൽ കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ 376 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 59 വാഹനങ്ങളുടെ വ്യത്യാസം 15.69% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. അഗൈൻ ഗ്രോത്ത് ഒന്നും ഭയങ്കര കൂടുതൽ പെർസെൻറ്റേജ് കണക്കിലില്ല, പക്ഷെ എന്നാലും ഓവറോൾ സെയിൽ എടുക്കുമ്പോൾ വളരെ നല്ലതാണ്. നമ്മുടെ ഹ്യുണ്ടായേക്കാൾ ഓൾമോസ്റ്റ് 100 വാഹനങ്ങൾ ഇവർക്ക് കൂടുതൽ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവർക്ക് 2 വണ്ടികളാണ് ഇപ്പോൾ വരുന്നത്. ഇനിയും ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. ഇപ്പോൾ നമുക്ക് VF6ഉം VF7ഉം മാത്രമേ ഉള്ളൂ. അടുത്ത ഈ വർഷം തന്നെ VF3ഉം അതുപോലെ VF5ഉം വരുന്നുണ്ട്. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ലിമോ ഗ്രീൻ എന്ന് പറഞ്ഞൊരു സാധനം, അത് 7 സീറ്ററാണ്, ടാക്സി സെഗ്മെൻറ്റിലേക്ക് അതൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മഹീന്ദ്ര ആണ്. ഇവർ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഈ അടുത്ത കാലത്താണ് ഇറക്കി തുടങ്ങിയത്. ആൻഡ് 4th and 3rd തമ്മിൽ അത്യാവശ്യം സെയിൽസിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. 3668 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം മഹീന്ദ്രയ്ക്ക് കിട്ടിയത്. ഡിസംബറിൽ 3083 വാഹനങ്ങളുടെ സെയിലായിരുന്നു. 585 വാഹനങ്ങളുടെ വ്യത്യാസം 18.98% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അഗൈൻ പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം നല്ല സെയിലാണ്. B6 ഉണ്ട്, XEV9 ഉണ്ട്, ഇപ്പോൾ XEV9S ഉണ്ട്. ഇനിയിപ്പോൾ മഹീന്ദ്രയുടെ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ വരാനുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഒരു പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലും കൂടുതൽ സെയിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബാക്കി 2 കമ്പനികൾക്ക് കിട്ടുന്നുണ്ട്. ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നമ്മുടെ JSW MG ഗ്രൂപ്പാണ്. JSWന് മാത്രമായിട്ടുള്ള ഇലക്ട്രിക് വാഹനം ഇനിയിപ്പോൾ അധികം വൈകാതെ വരും. ജെറ്റോർ T2 ബേസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ് ആദ്യം വരാൻ പോകുന്നത്. അവർ അതിൻ്റെ ഒരു ടീസർ വരെ ഇറക്കി കഴിഞ്ഞു. എനിവേ കഴിഞ്ഞ മാസം 4703 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ 3559 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കുഴപ്പമില്ല, കാരണം ഇയർ എൻഡ് ആയിരുന്നല്ലോ. 1144 വാഹനങ്ങളുടെ വ്യത്യാസം 32.14% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മുടെ അഗൈൻ മാരുതിയുടെ വലിയ ഗ്രോത്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന നമ്മുടെ MGക്കാണ്. ഇപ്പോൾ മാരുതി കൂട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഇവർക്കാണ് എന്നും വേണമെങ്കിൽ പറയാം. MGക്ക് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഇലക്ട്രിക് വാഹനം ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇൻസറിവി ആണ്. MGയുടെ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഇലക്ട്രിക് വാഹനം ഇൻസറിവി ആണ്. ടാറ്റ ആണ് നമ്പർ 1 എങ്കിൽ പോലും അവർക്ക് കൂടുതൽ വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് പിടിച്ചു വെക്കാൻ പറ്റുന്നത്. MGക്ക് പക്ഷേ വോളിയം സെയിൽസിൻ്റെ കാര്യത്തിൽ ഒരു വണ്ടിക്കാണ് ഏകദേശം ഒരു 3000-3500 വണ്ടികളുടെ സെയിൽ. എനിവേ നമ്പർ 1 ടാറ്റയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. കഴിഞ്ഞ മാസം 8007 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഡിസംബർ മാസത്തിൽ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ 6460 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 1547 വാഹനങ്ങളുടെ വ്യത്യാസം 23.95% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആണ്. ആൻഡ് ഓവറോൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല സെയിൽസും ഇവർക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പറഞ്ഞു വരുമ്പം ഇപ്പോൾ നെക്സോൺ EV ഉണ്ട്, നമ്മുടെ ടിയാഗോ EV ഉണ്ട്, ടിഗോർ EV ഉണ്ട്, പഞ്ച് EV ഉണ്ട്, പിന്നെ ഹാരിയർ EV വരുന്നുണ്ട്, അതുപോലെ കർവ് EV ഉണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ സിയർ EV വരാനുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. എനിവേ ഗൈസ്, എന്താണ് ഈ സെയിൽസ് ലിസ്റ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മളെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.